ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റിയലി നമ്മുടെ കോമഡി ദറ്റ് മീൻസ് ആ 30 സെഗ്മെന്റ് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ട് ദറ്റ് മീൻസ് നമുക്ക് പറയാം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ചസ് നമ്മുടെ Nord2, Poco F3 GT. സോ അതൊക്കെ വന്നുകൊണ്ട് ചില സെറ്റ്സ് നമ്മൾ Realme X7 Max, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ അതുപോലെ തന്നെ Mi 11X പ്രൈസ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്ന് സോ എല്ലാം എന്ന് വെച്ചാൽ ഇറങ്ങുന്ന സെറ്റ്സ് അതിനേക്കാളും പ്രീവിയസ്ലി ഉള്ള സെറ്റിനേക്കാളും വെല്ലണ സ്പെക്കായിട്ടാണ് ഇറങ്ങുന്നത്. ബട്ട് അന്നും ഇന്നും ദറ്റ് മീൻസ് നമ്മുടെ Nord2, Poco F3 GT ഒക്കെ ലോഞ്ച് ചെയ്തിട്ടും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട് ഗൈസ് നമ്മുടെ മാർക്കറ്റിൽ. അതാണ് നമ്മുടെ Iqoo7. സോ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ Iqoo7ൻ്റെ റിവ്യൂ ആൻഡ് മീൻ വൈൽ നമ്മുടെ Nord2 വേഴ്സസ് Iqoo7ൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ നമ്മുടെ Iqoo7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈസിങ് നമ്മുടെ 8GB 128GB പ്രൈസിങ് 31,999. ദാറ്റ് മീൻസ് 32 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ആൻഡ് മീൻവൈൽ ഇതിൻ്റെ 8256 ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 33,999 പിന്നെ ഒരു ഓൾ ദ 12,256 35,999 അതിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ഇത്രയും പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Nord2 ഫോർ എക്സാമ്പിൾ Nord2ൻ്റെ 12,256 ഇതിന് ഓൾമോസ്റ്റ് സെയിം പ്രൈസിങ്. സോ വിച്ച് വൺ ടു ചൂസ്? Nord2 ചൂസ് ചെയ്യണോ നമ്മുടെ Iqoo7 ചൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സെഗ്മെൻറ്റിൽ നമ്മുടെ Iqoo7 ആണ് ബെറ്റർ, ചില സെഗ്മെൻറ്റിൽ ക്ലിയർലി Nord2 ആണ് ബെറ്റർ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ചെയ്യാൻ തന്നെ തുടങ്ങുന്നത്. സോ നമ്മുടെ Iqoo7 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടബിൾ ഉള്ള സെറ്റ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു തിക്നെസ് കാണിച്ചു തരാം. ജസ്റ്റ് 8.4 mm ആണ്. മീൻ വൈൽ നമ്മുടെ Nord2 8.2 ആണ്. കുറച്ച് തിക്നെസ് കുറവ് അതിനാണ്. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടോ, അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കൊണ്ട് കുഴപ്പമില്ല. കണ്ടോ, ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതിൻ്റെ വെയിറ്റ് 196 grams ആണ് നമ്മുടെ വെയിറ്റ്. ആൻഡ് മീൻ വൈൽ നമ്മുടെ Nord2 ആണ് 189. സോ ഇച്ചിരി തിക്നെസ് കുറവും ഇച്ചിരി വെയിറ്റ് കുറവും നമ്മുടെ Nord2 തന്നെയാണ്. സോ ബിൽഡിൻ്റെ കാര്യത്തിൽ അത് മാത്രമല്ല ഇതിനകത്തൊരു ആൻറ്റി ഗ്ലെയർ ഗ്ലാസ് ആണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. സോ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ടോ, സോ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല അതിൻ്റെ കാര്യങ്ങൾ. ഇനി മെയിൻ നമ്മുടെ ഡിസ്പ്ലേ. സോ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് പോകുന്ന കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6.62 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു ഫുൾ HD 1080x2400 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. സെയിം തന്നെയാണ് നമുക്ക് നമ്മുടെ Nord2 മീൻസ്. സോ ഞാനൊരു ഡിസ്പ്ലേ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ആൻഡ് മീൻ വൈൽ ഒരു കാര്യം എടുത്തു പറയുകയാണ്, ഇതിൻ്റെ UI കണ്ടോ. നിങ്ങൾ UI കണ്ടോ, നിങ്ങൾക്ക് ആപ്സ് കാണാൻ പറ്റും. മോജ്, MX ടക്കാട്ടക്ക്, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, അങ്ങനെ പിന്നെ കുറച്ച് ഇവരുടെ തന്നെ കുറച്ച് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട് ഗൈസ്. ബട്ട് ട്രസ്റ്റ് മീ ഇതിൻ്റെ UIയുടെ കസ്റ്റമൈസേഷൻ നമ്മുടെ എനിക്ക് ഏറ്റവും മൈ പേഴ്സണൽ ഫേവറേറ്റ് വെച്ച് One UI. കാരണം അതിൻ്റെ ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ നമുക്ക് എഡ്ജ് ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ നോക്കി അറിയാം. ഹൈ ലെവൽ ഓഫ് ആണ് നമ്മുടെ എഡ്ജ് ലൈറ്റിങ്ങിനൊക്കെ കസ്റ്റമൈസേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ One UIക്കും ഇതിനകത്ത്. ബട്ട് ഇതിനകത്ത് സെയിം സംഭവം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ കാണിച്ചു തരാം. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആംബിയൻ ലൈറ്റ് എഫക്റ്റ്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മുടെ ലൈറ്റ് എഫക്റ്റ് ഫോർ നോട്ടിഫിക്കേഷൻസ് കാണാം. കണ്ടോ, ഇതിൻ്റെ കസ്റ്റമൈസ് നമുക്ക് നമ്മുടെ ഓക്സിജനേഷൻ ജസ്റ്റ് ഒരു സ്റ്റൈല്, എന്നിട്ട് അതിനകത്ത് പല കളറാണ്. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റൈൽസ് ഉണ്ട്. അതിൻ്റെ കളറ്, ട്രാൻസ്പെറൻറ്റി, വിഡ്ത്ത്, ഡ്യൂറേഷൻ, അങ്ങനെ നമുക്ക് നൈസ് കസ്റ്റമൈസേഷൻ. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മിക്സഡ് ഫീലിംഗ് ആണ്. കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, യെസ് ഒബ്വിയസ്ലി യെസ്. ബട്ട് ഇതിൻ്റെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറും ടോഗിൾസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റായിട്ട് നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഒരു സ്റ്റോക്ക് ആൻഡ് റോളിൻ്റെ ഫീൽ. അതിൻ്റെ ഫീച്ചേഴ്സ് വൈസ് ഇതൊരു നമ്മുടെ One UI ആൻഡ് ഫൈനലി നമ്മുടെ ഓക്സിജനോസ് പോലെ ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസ്. സോ എനിക്ക് ഈ ബ്ലോട്ട്വെയർസും കളഞ്ഞ് കുറച്ചൊന്നും കൂടെ ഒരു അടിപൊളിയാക്കി, കുറച്ചും കൂടി ഒരു അടിപൊളിയാക്കി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഈ ഇടയ്ക്ക് വിവോ നമ്മുടെ ഫൺ ടച്ചേഴ്സ് അടിപൊളി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കമ്പനീസും അടിപൊളിയായിക്കൊണ്ടിരിക്കും. സോ അതാണ് UI. അപ്പോൾ എനിക്ക് ബ്ലോട്ട്വെയർസ് തന്നെ എടുത്ത് പറയേണ്ടതാണ് തന്നെയാണ്. സോ ബ്ലോട്ട്വെയർസ് ഉള്ളതാണ് ഇച്ചിരി ഒരു ബാഡ് അടിച്ചു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ അടിപൊളിയാണ്. ഈ ഇൻക്ലൂഡിങ് ക്യാമറ UIയിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. കണ്ടോ, നമുക്ക് അത്യാവശ്യം നൈറ്റ് പോർട്രേറ്റ് മോഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഡിസ്പ്ലേക്ക് തന്നെ വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ആൽബം. സോ ഗൈസ് നമ്മുടെ Iqoo7ൻ്റെ ഡിസ്പ്ലേ. സോ ഇതിൻ്റെ PPI ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് PPI വരുന്നത് 398 PPI ആണ്. സോ സ്ലൈറ്റ്ലി ലെസ് വെൻ കമ്പയർഡ് ടു Nord, ബിക്കോസ് Nord 410 PPI വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ PPI പിക്സൽസ് പെർ ഇഞ്ച് നമുക്ക് കൂടുന്നത് Nord2-നാണ്. ഓക്കെ, ബട്ട് കളേഴ്സ് രണ്ടും അടിപൊളിയാണ്. ഞാൻ അതിൻ്റെയും ഇതിൻ്റെ അൺബോക്സിങ്, ഓവർവ്യൂ, റിവ്യൂ, ടിപ്സ് ആൻഡ് ട്രിക്സ്, അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ബാൻ അടിക്കാനുള്ള കാര്യം നല്ല പക്ക ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ തന്നെയാണല്ലോ. സോ ഒരു സീനുമില്ല. സോ 1080x2400 398 PPI വരുന്നുണ്ട്. 6.62 ഇഞ്ചാണ് ഡിസ്പ്ലേ. അതിൻ്റെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ ഇത് ഇവിടെയായിട്ടാണ് വരുന്നത്. 16 MB പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഡിസ്ട്രാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് നില്ലെന്ന് പറയുന്ന ഇതിലെ ഡിസ്ട്രാക്ഷൻ ഉള്ളൂ. അത്യാവശ്യം ലൈറ്റ് ചെറുതായിട്ടൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. സോ അങ്ങനെ വലിയ ഡിസ്ട്രാക്ഷൻ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1300 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. കേട്ടോ, ഓക്കെ. സോ ഇതാണ് നമ്മുടെ പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ,
വാവ്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാഡ് രണ്ടും ഏതാണ് ബെറ്റർ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഇനി പറയുന്ന കാര്യം ഇതുവരെ എനിക്ക് ഓൾമോസ്റ്റ് നില്ലായിട്ട് ഫീൽ ചെയ്തു. ദാറ്റ് മീൻസ് നമ്മുടെ ബിൽഡ് ആൻഡ് കാര്യം ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു നമ്മുടെ സൈഡ് നമ്മുടെ നോഡ് 2വിൻ്റെ സൈഡ് പ്ലാസ്റ്റിക് ഫ്രെയിം ആയാലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് സോർട്ട് ഓഫ് ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു ഇച്ചിരി കൂടെ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ്സ്. അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇനിയാണ് മെയിൻ കാര്യം. ഇത് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ 2021 60 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആണ്. ആൻഡ് ഇത് കണ്ടോ നമ്മുടെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്മാർട്ട് സ്വിച്ച് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് മാനുവലായിട്ട് 60 വേണോ 60 to 120 ഇടയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്ന കണ്ടന്റും ആപ്പൊക്കെ അനുസരിച്ച് അതനുസരിച്ച് സ്വിച്ച് ചെയ്ത് പവർ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും കുറച്ചും കൂടെ അടിപൊളിയായിട്ട്. സോ ഡിസ്പ്ലേയിൽ ഞാൻ 120 ഹെർട്സ് കൊണ്ട് ഞാൻ ഇതിനായിരിക്കും നമ്മുടെ Iqoo7 ക്ലിയർ വിന്നർ കൊടുക്കുക. ബിക്കോസ് അത് 90 ഹെർട്സ് ആണ്. 90 ഹെർട്സ് ഇസ് എ സോർട്ട് ഓഫ് ഔട്ട്ഡേറ്റഡ്. കാരണം നമ്മുടെ ഫസ്റ്റത്തെ നോഡ് പോലും 90 ഹെർട്സ് ആയിരുന്നു. സോ സ്റ്റിൽ ആഫ്റ്റർ 1 ഇയർ സ്റ്റിൽ അവർ 90 ഹെർട്സ് യൂസ് ചെയ്തു. സോ അതായത് ഒരു ബാഡ് നോഡ് സീലൊക്കെ അവർ അങ്ങനെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, സോ 120 ഹെർട്സ് ഉള്ള കാരണം ഞാൻ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തു. ബട്ട് എനിക്ക് രണ്ടും കൂടെ നോക്കിയിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് അങ്ങനെ തോന്നിയിരുന്നു. രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ കളർ വൈബ്രേഷനും സാച്ചുറേഷനും നല്ല ഡീപ്പ് ഡെപ്ത് ഉള്ള കളേഴ്സൊക്കെ നല്ല കുത്തന കളേഴ്സ് നല്ല രീതിയിലുള്ള രണ്ടും പക്ക പഞ്ചി കളേഴ്സ് ആയിരുന്നു. ആൻഡ് ഒരു കാര്യം എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി നമ്മുടെ ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മുടെ നോഡ് 2വിൻ്റെ ടച്ച് സാമ്പിളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 120 ഹെർട്സ് ആണ് എനിക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് ഒരു 210 ആയിരുന്നു എനിക്ക് വന്നത്. സോ 210 നമ്മുടെ റീഫ്രഷ് റേറ്റ് കുറച്ചപ്പോൾ എനിക്കൊരു ജസ്റ്റ് കിട്ടിയത് എനിക്ക് 120 ഹെർട്സ് ആണ്. സോ ഞാൻ പോക്കോ F3 GT വേഴ്സസ് നോഡ് 2വിൻ്റെ ഒരു ഗെയിമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. സോ എനിക്ക് രണ്ടും കൂടെ കളിച്ചപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത്നെസ് ഫീൽ ചെയ്ത് പോക്കോ F3 GTക്കകത്തായിരുന്നു. ആൻഡ് സെയിം സംഭവം നമ്മൾ ഇതിനകത്തുണ്ട്. കാരണം ഇതിൻ്റെ നോർമൽ ടച്ച് സാമ്പിളിംഗ് റേറ്റ് 300 ഹെർട്സ് ആണെങ്കിലും നമ്മുടെ ഇൻറ്റൻസ് ഗെയിമിംഗ് കാര്യങ്ങൾ ഇത് 1000 ഹെർട്സ് വരെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. സോ ബൈ ഡിഫോൾട്ട് 300 ഹെർട്സ് ആണെങ്കിലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് 1000 ഹെർട്സ് വരെ പോകും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഗെയിമേഴ്സിന് പ്യുവറായിട്ടൊരു അഡ്വാൻറ്റേജ് നോഡ് 2 വേഴ്സസ് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറയും. പിന്നെ 120 ഹെർട്സിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ടും HDR 10+ കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി പോകാം. ദാറ്റ് മീൻസ് ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് രണ്ടിനും വരുന്നത്. നമുക്ക് നോഡ് 2 അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു നോഡ് 2വിൻ്റെ സ്പീക്കേഴ്സും. ആൻഡ് നമുക്ക് ഗൈസ് എനിക്ക് എടുത്ത് പറയാൻ ഉള്ളത് എനിക്ക് രണ്ടും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് വേണം. കാരണം നോഡ് 2 അത്യാവശ്യം കൊള്ളാമായിരുന്നു. സ്പീക്കേഴ്സ് ഔട്ട്പുട്ടും കൊള്ളാമായിരുന്നു. ഇതും അത്യാവശ്യം നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. രണ്ടിനും അത്യാവശ്യം ഇമേഴ്സീവ് എഫക്റ്റ് ഉണ്ട് രണ്ടിനും. ആൻഡ് നമ്മുടെ എന്താ പറയുക കുറച്ചും കൂടി ഒരു ലൗഡ്നെസ് എനിക്ക് തോന്നിയത് ഇച്ചിരി കൂടെ അഡ്വാൻറ്റേജ് എനിക്ക് ലൈറ്റായിട്ട് നോഡ് 2 ഉണ്ടോ ഒരു ചെറിയൊരു ലൗഡ്നെസ്സിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തൊന്ന് ചെറിയ ഡൗട്ടുണ്ട് നമ്മുടെ നോഡ് 2 ഒക്കെ യൂസ് ചെയ്ത്. ഞാൻ നോഡ് 2വിൻ്റെ അത് അതിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കയറി ചെക്ക് കാണുക. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, സോ അപ്പാർട്ട് സോ നമുക്ക് ഡിസ്പ്ലേ ആൻഡ് സ്പീക്കർ സെഗ്മെൻറ്റിൽ ഓൾമോസ്റ്റ് ടൈ ആണ്. പിന്നെ നമുക്ക് 120 ഹെർട്സിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ കാണിക്കും. സോ നിങ്ങൾക്കത് മാറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്യൂർലി നോഡ് 2 തന്നെ ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഒരു മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഫൈനലി ടു ദ ക്യാമറാസ്. സോ നമുക്ക് ഇതിനകത്ത് വരുന്ന ക്യാമറാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു 48 MB ഒരു OIS ഉള്ള ക്യാമറ തന്നെയാണ്. നമുക്ക് പോക്കോ F3 GT ഒക്കെ നോക്കിയാൽ അതിനകത്ത് OIS ഒന്നുമില്ല. സോ ഇതിനൊരു പ്രോപ്പർ OIS ഉള്ളൊരു ക്യാമറയാണ്. പിന്നെ 13 MB ഒരു 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ പ്ലസ് ഇതൊരു മാക്രോ ആയിട്ടാണ് യൂസ് ചെയ്യുക. ഒരു 2.5 സെൻറ്റിമീറ്റർ എന്ന് കഴിഞ്ഞാൽ ഒരു പക്ക മാക്രോ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു നമുക്കൊരു നെഗ്ലിജിബിൾ ആയിട്ടൊരു 2 MB ഒരു മോണോ ക്യാമറ ഉണ്ട്. സോ അത് സ്കിപ്പ് ചെയ്യാം. ആൻഡ് ഗൈസ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വെച്ച് ഇതിൻ്റെ പോർട്രേറ്റ് മോഡ്സ് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഓവർ പോലെ ക്വിക്കായിട്ട് കാണിച്ചു തരാം. സോറി ഇതൊക്കെ ഇതിൻ്റെ അടുത്ത പോർട്രേറ്റ്സ് ആണ്. സോ നമുക്ക് പോർട്രേറ്റിനകത്ത് എഫക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ബോർഡർ ഉണ്ടോ നിങ്ങളിതിൻ്റെ ടോപ്പ് ബോർഡറിൽ ഉണ്ട് ഐക്യോ പോർട്രേറ്റ് ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എഫക്ട്സും സ്റ്റൈൽസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ നമുക്ക് ലൈവ് ഫോട്ടോയുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഐഫോണിലൊക്കെ എടുക്കുമ്പോൾ ആ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവം നടന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ദാറ്റ് മീൻസ് ആ ക്യാപ്ചർ ചെയ്യുന്ന തൊട്ട് പുറകിലത്തെ ഒരു ഷോട്ടും മുന്നിലത്തെ ഒരു ഷോട്ടും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ളൊരു ക്യാമറ തന്നെയാണ്. ഓക്കെ, ആൻഡ് ക്യാമറയിൽ
എനിക്ക് കുറച്ചും കൂടി ഒരു മൈനർ അഡ്വാൻറ്റേജ് എനിക്ക് നോട്ട് ആണെന്ന് തോന്നുന്നു അറ്റ് എ ഗ്ലാൻസ്. ഇനി നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽ ഇപ്പോൾ പറയാം. ആൻഡ് മീൻവെൽ ഇതിൻ്റെ UI നോക്കി നമുക്ക് ഇതിനകത്ത് അറിയാം ലൈവ് ഫോട്ടോ, ഞാൻ ആദ്യം കാണിച്ച പോലെ ലൈവ് ഫോട്ടോ, പിന്നെ പ്രോ മോഡ്, ദാറ്റ് മീൻസ് അപ്പാരച്ചർ ISO വൈറ്റ് ബാലൻസ് ഒക്കെ മാലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോ മോഡ് വരുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോർമലി 48 MB മാക്സിമം റെസൊല്യൂഷൻ മോഡ്, പിന്നെ പ്രോ സ്പോർട്സ്, പിന്നെ ഇതിൻ്റെ വീഡിയോ ഗൈസ് ഒരു രക്ഷയില്ല. OIS പ്ലസ് EIS സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. ഇവ ടാപ്പ് ചെയ്യുക കണ്ടോ, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ, അൾട്രാ സ്റ്റേബിളിൽ മാക്സിമം OIS EIS ഒരേപോലെ വർക്ക് ചെയ്യുക, അടിപൊളി സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിൽറ്ററും ബ്യൂട്ടി മോഡൊക്കെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് മാക്രോ മോഡിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ AI, പിന്നെ നോർമൽ HDR മോഡ്. പിന്നെ ഇതാണ് നമ്മുടെ പോർട്രേറ്റിൽ ഞാൻ കാണിച്ച സ്റ്റൈൽ എനിക്ക് കണ്ടോ, ഇവിടെ കുറച്ച് സ്റ്റൈൽ വരും, നാച്ചുറൽ, വിൻറ്റേജ് കണ്ടോ, വിൻറ്റേജ് നമുക്ക് ആ ഫ്രെയിം ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു വേറെ കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് 4-5 ഉണ്ട്. സ്റ്റിൽ ഹാപ്പി ടു ഹാവ് ദാറ്റ്. ആൻഡ് ഇൻ മീൻവെൽ നമ്മുടെ Nord2 നോക്കുകയാണെങ്കിൽ Nord2 വരുന്നത് നമ്മുടെ സോണി IMX766 എന്താണ് വരുന്നത്. സോ 50 MB ഒരു ക്യാമറയാണ്. അത് പോയത് F1.8 തന്നെയാണ് രണ്ടിനും അപ്പാരച്ചറൊക്കെ വരുന്നത്. എനിക്കൊരു ലൈറ്റ് അഡ്വാൻറ്റേജ് എനിക്ക് ചില സിനാരിയോസിൽ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി ഒരു ആ ഫോട്ടോസിനൊരു എന്താ പറയുക ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്ത് നമ്മുടെ Nord2 ലൈറ്റായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല, ഒബ്വിയസ് പക്കയാണ്. ബട്ട് കുറച്ചും കൂടെ ഇൻ കമ്പാരിസൺ വിത്ത് Nord2 ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നമ്മുടെ ആ ഫോട്ടോസൊക്കെ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് നിന്ന് നമ്മുടെ Nord2. ദാറ്റ് മീൻസ് ഞാൻ ആ പൂവിൻ്റെ എക്സാമ്പിൾ അതിനകത്ത് ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പൂവൊക്കെ കുറച്ചും കൂടി ഒരു എടുത്ത് നിൽക്കുകയായിരുന്നു നമ്മുടെ ഇതിനകത്ത് നമ്മുടെ Nord2 ഇതിനെ വെച്ച് നോക്കിപ്പോൾ. ബട്ട് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് രണ്ട് ഓൾമോസ്റ്റ് സെയിം പോലെ വലിയ ഒരു ലൈറ്റ് അഡ്വാൻറ്റേജേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ അൾട്രാ സ്റ്റേബിൾ വീഡിയോ സ്റ്റെബിലൈസേഷൻ. സോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഗൈസ് നമുക്ക് ആയിക്കോടാൻ പോവാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലോടാൻ പോവാണ്. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഗൈസ് ഒരു രക്ഷ, ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിയിട്ട് ഒരു ചെറിയൊരു അനക്കം പോലത്തെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. സോ അതിനകത്തും വീഡിയോ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആട്ടോ. സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് എനിക്ക് അൾട്രാ സ്റ്റേബിൾ മോഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ Nord2 ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനി ക്ലിയർ അഡ്വാൻറ്റേജ് ആണ് ഗൈസ്, കാരണം 16 MB വേഴ്സസ് 13 MB അടിപൊളിയാണ്. നമ്മുടെ പോർട്രേറ്റ് ഫ്രണ്ട് ക്യാമറ വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളി. സോ അത് ക്ലിയർ വിന്നർ ഞാൻ കൊടുക്കുവാണ് നമ്മുടെ Nord2. ഇത് ജസ്റ്റ് 16 MB ബാഡ് അടിക്കാനുള്ളതൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ Nord2 തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ, സോ MediaTek 1200 ചിപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ UFS 3.1 ആണ് ഇതിന് വരുന്നത്. ഇനി മീൻ വെൽ നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്. സോ മെയിൻ സ്നാപ്ഡ്രാഗൺ 870 ആണ് വരുന്നത്, Adreno 650. പിന്നെ നമുക്ക് രണ്ടാമതൊരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് ഉണ്ട് ഓപ്ഷൻ. ദാറ്റ് മീൻസ് നമുക്ക് ചില സപ്പോർട്ടഡ് ഗെയിംസിൻ്റെ ഫ്രെയിം റേറ്റ്, ഇപ്പോൾ നമുക്കറിയാം നോർമലി ഇപ്പോൾ PUBG പോലും നമ്മൾ ഒഫീഷ്യലായിട്ട് 90 Hz ഒന്നും ചില ഫോൺ കിട്ടുന്നില്ല. സോ നമുക്ക് ഒഫീഷ്യലായിട്ട് 90 Hz നമുക്ക് മാറ്റിയിട്ട് 120 വരെ നമുക്ക് ഗെയിം സപ്പോർട്ട് ചെയ്യെങ്കിൽ 120 വരെ ആക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നോർമലി സ്റ്റാൻഡേർഡ് കണ്ടന്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഹൈ ഡെഫിനേഷൻ കണ്ടന്റ് ആക്കാൻ പറ്റും. ദാറ്റ് മീൻസ് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഫ്രെയിംസ് ആയിട്ട് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആക്കും ഗെയിംസ് ഒക്കെ. സോ ഗെയിമേഴ്സിന് പ്യൂർ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 300 Hz നോർമൽ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആൻഡ് 1000 Hz വരെ ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. സോ പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് റെസ്പോൺസസും ഈവൻ പോക്കോ F3 GTനേക്കാളും ടച്ച് റെസ്പോൺസ് റേറ്റ് കൂടുതലാണ് നമ്മുടെ Iqoo7, കാരണം ആ ഒരു ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് 1000 Hz ഉണ്ട്. ഓക്കെ, സോ അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ മെയിൻ കാര്യം ഇതിൻ്റെ കൂളിംഗ് ആണ് ഗൈസ്. സോ ഇതിനകത്ത് ഗ്രാഫൈറ്റ് ലെയർ ഫുൾ കവറേജ് കൂളിംഗ് ആണ് വരുന്നത്. സോ പട്ടേന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചാലും ഒരു ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ക്ലോക്ക് സ്പീഡ് കുറയണം. ദാറ്റ് മീൻസ് CPU ത്രോട്ടിൽ ചെയ്യുന്ന രീതിയിലായിട്ട് ഹീറ്റ് പോകില്ല. അതിന് മുമ്പ് അതിനത് കൂളാക്കി നല്ല അടിപൊളിയാക്കി ഇറക്കിയിടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കിപ്പോൾ നോർമലി ഇതിൻ്റെ 8-128 ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി 8-128 ആണ്. ബട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ റാം എക്സ്റ്റെൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് കണ്ടത് ഇവിടെ എക്സ്റ്റൻഡ് റാം എന്ന ഫീച്ചർ ഉണ്ട്. സോ നമുക്ക് 8+3 11 GB ആയിട്ട് നമുക്ക് വരെ റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് എടുത്ത് പറയുന്നത് നല്ല ഹാപ്റ്റിക് ഇംപ്രഷൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ 4D വൈബ്രേഷൻ കിട്ടും. നമ്മുടെ Z ആക്സിസ് ലീനിയർ ബോർഡറാണ് വർക്ക് ചെയ്യുന്നത്. സോ നല്ലൊരു 4D വൈബ്രേഷൻ കിട്ടുന്നത്. പിന്നെ Wi-Fi 6 ആണ് വരുന്നത്, Bluetooth 5.1 ആണ് വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഇതിൻ്റെ ഫേസ് സ്ക്രീൻ ഫാസ്റ്റ് നോക്കാം. സോ അൺലോക്കിംഗ് 3, 2, 1 ആൻഡ് ഗോ. സോ ഇച്ചിരി സ്ലോ ആയിട്ടോ, അൺലോക്കിംഗ് 3, 2, 1 ആൻഡ് ഗോ. ആണോ ജസ്റ്റ് ഞാൻ ടാപ്പ് ചെയ്യണുള്ളൂ. ആണോ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ഡിലേ വരുന്നുണ്ട്, നോക്കിയോട്ടോ. അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ആണോ ഇപ്പോൾ ആയി. ബട്ട് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇപ്പോൾ 2-3 ഫോൺസിൽ കണ്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ ഓഫ് ആയിരുന്ന സമയത്ത് ഇത് എടുക്കാൻ 1 സെക്കൻഡ് എക്സ്ട്രാ എടുക്കും. ബട്ട് ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഓഫാണ് ഇപ്പോൾ കറൻറ്റ്ലി. ഓക്കെ, ഒന്ന് ടാപ്പ് വന്നോട്ടെ. ഇപ്പോൾ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ഉണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടായി. ഇനി സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് ഐക്കൺ വന്നു കഴിയുമ്പോൾ അൺലോക്ക് ചെയ്യാണ്ട് ഉണ്ടോ അതേപോലെ ആക്കുമ്പോൾ ആവില്ല, ജസ്റ്റ് ആ സെയിം സംഭവം. പക്ഷേ ഇത് ഓൺ ആക്കിയിട്ട് ആ സെയിം രീതി കാണിക്കുമ്പോൾ ഉണ്ടോ. സോ അത് കുഴപ്പമില്ല. അതിപ്പോൾ കുറേ ഫോൺസിൽ സെയിം സംഭവം തന്നെ കണ്ടു, കുഴപ്പമില്ല. ബട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളിൽ ചെയ്യുമ്പോൾ ഉണ്ടോ ആ ടാപ്പിൽ തന്നെ ആവുന്നുണ്ട്. ഓക്കെ, എന്താ 3, 2, 1 ആൻഡ് ഗോ.
ഓക്കെ. ബട്ട് ഇനി ഞാൻ അകത്ത് വെച്ച് പുറത്ത് വെച്ച് ചെയ്യുമ്പോൾ ആവില്ല കേട്ടോ, ഉണ്ടോ? ഓക്കെ. ബട്ട് ആ സെയിം സംഭവം ഉള്ളിൽ ചെയ്യുമ്പോൾ ഉണ്ടോ? സോ അങ്ങനെ ഒരു ചെറിയ സംഭവമുണ്ട്. പിന്നെ ഇന്ന് ഫേസ് റെക്കഗ്നിഷൻ, ബട്ട് ഓക്കെ ഉണ്ട്, പെർഫെക്റ്റ് ഓക്കെയാണ്. നമ്മൾ ഇച്ചിരി ജസ്റ്റ് ഞാൻ ആ ഒരു ഇതിൻ്റെ ഫാസ്റ്റ് നിങ്ങളിത് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ പെട്ടെന്ന് എടുത്തുന്നുള്ളൂ. നോർമലി എല്ലാവരും കൈ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈ വയ്ക്കുള്ളൂ. അതേപോലെ ഈ സ്ക്രീനിൽ വെച്ചായാലും എല്ലാവരും എടുക്കുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ വയ്ക്കും, പക്കയാണ്. ഒരു ഞാനൊരു ലൈറ്റ് ഒരു കാര്യം അങ്ങ് പറഞ്ഞുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഫേസ് റെക്കഗ്നിഷൻ ഫാസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ഉണ്ടോ, ഇൻസ്റ്റൻറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഇനി എൻ്റെ ഫേസ് ഇട്ട് ആക്കുവാണ്, ഉണ്ടോ? എൻ്റെ ഫേസ് ഇട്ട് ആക്കുവാണ്, ഉണ്ടോ? റാപ്പിഡ് ഫാസ്റ്റ്. സോ രണ്ടും പക്കയുണ്ട്, ഒന്നും പറയാനില്ല. ബാൻ അടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി. സോ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. സോ ഇതാണ് വിവോയുടെ ഫ്ലാഷ് ചാർജ് 66 വാട്ട് ചാർജറാണ് നമുക്ക് വരുന്നത്. സോ അതും അടിപൊളിയാണ്. നമുക്ക് നല്ല സ്പീഡിൽ ചാർജ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ചാർജിങ് സ്പീഡും നല്ല അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് ഒരു മെയിൻ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5G. ജസ്റ്റ് 5G ബാൻഡേ ഉള്ളൂ. നോട്ട് 2ൻ്റെ 5G ബാൻഡ് കാര്യം ഞാൻ പറയണ്ടല്ലോ, 6 5G ബാൻഡ് ഉണ്ട്. സോ ഒരു പ്യുവർലി ഫ്യൂച്ചർ പ്രൂഫ് സെറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നോട്ട് 2 പോവുക, അല്ലെങ്കിൽ ഇതാണ് നല്ലത്. ബട്ട് ഇനി മെയിൻ കാര്യമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ കറൻ്റ്ലി ഇത് സെറ്റ് എടുക്കണോ? ഞാൻ പറയും നോ, ബിഗ് നോ. ബിക്കോസ് ബിഗ് നോ അല്ല, ഓക്കെ ഇതുവരെ എടുത്തവർ ആരും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അടിപൊളിയാണ് ഗൈസ്, എല്ലാം കൊണ്ടും. ദാറ്റ് മീൻസ് ഫ്രം ദ ഡിസ്പ്ലേ ടു ദ ക്യാമറ ടു ദ സ്പീക്കേഴ്സ് ആൻഡ് ടു ദ ഗെയിമിംഗ് കൂളിംഗ് എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ബട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ എടുക്കേണ്ടത് ദാറ്റ് മീൻസ് നമ്മുടെ റിയൽമി GT വരുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗൺ 888 വെച്ച്. ഇതിൻ്റെ 888 വെച്ചുള്ള Iqoo7 Legend, അതിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആൻഡ് ഇതിൻ്റെ 888 വെച്ച് 40 ആണ് 820 പ്രൈസ്. സോ നമ്മുടെ റിയൽമി GT സ്നാപ്ഡ്രാഗൺ 888 വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ വെച്ച് ജസ്റ്റ് 30K അറൗണ്ട് ഇറങ്ങുവാണ് ഗൈസ്, പിന്നെ പെട്ടു. സോ നമ്മളിപ്പോൾ ഇത് എടുക്കേണ്ട 2 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യും. നാളെ ആണ് എനിക്ക് ഫ്ലിപ്കാർട്ട് നമുക്ക് ലോഞ്ച് വരുന്നത്. സോ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ GT വരുന്നത്. സോ GT വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്ത് എടുക്കണോ വേണ്ടിയോ എന്നുള്ള. പിന്നെ GT ഈ 888 വെച്ചുള്ള ചിപ്പ് നിങ്ങൾ പറയുമ്പോൾ 888 ഓബ്വിയസ്ലി അടിപൊളി പെർഫോമൻസ് ആണ്. ബട്ട് മെയിൻ കാര്യം അതിൻ്റെ കൂളിംഗ് എത്രമാത്രം അടിപൊളി ആയിരിക്കണം എന്ന് ബേസ് ചെയ്താണ് നമ്മുടെ അതിൻ്റെ പെർഫോമൻസ് ഡിസൈൻ. കാരണം കൂളിംഗ് അടിപൊളി അല്ലെങ്കിൽ ഓബ്വിയസ്ലി ഫോൺ ഹീറ്റ് ആവും, CPU ത്രോട്ടിലാവും, ഫോൺ ഹീറ്റ് ആവും, ആകെ ഷോക്കാവും. സോ ഈ റിയൽമി GTയുടെ മെയിൻ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂളിംഗ് അടിപൊളിയാണെങ്കിൽ ഫോൺ ചുമ്മാ കലനായിരിക്കും. ബിക്കോസ് Iqoo7 Legendൻ്റെ ഒക്കെ കൂളിംഗ് ഒരു രക്ഷയില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ട്രിഗേഴ്സ് ആണ് വരുന്നത് Iqoo7 Legendന്. ഡിസ്പ്ലേ തന്നെ ട്രിഗേഴ്സും കാര്യങ്ങളും. സോ കുറച്ചും കൂടി അടിപൊളിയാണ് Iqoo7 Legend. ഓക്കെ. ബട്ട് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് ഇഷ്യൂ ഉണ്ട്, 4000 ഉള്ളൂ. അപ്പോൾ ഒരു നമ്മുടെ ഗെയിമറിന് പറ്റിയൊരു ഇതല്ല. ആൻഡ് പിന്നെ അതുപോലെ തന്നെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ വരുന്നുണ്ട്. സോ അതൊരു കുറച്ചുകൂടി 25 അറൗണ്ട് വരുന്നതാണ് തോന്നുന്നത്. സോ നമുക്ക് എന്തായാലും അത് വെയിറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ് റിഗാർഡിംഗ് ദ Iqoo7 വേഴ്സസ് നോട്ട് 2 ആൻഡ് ഒരു ലൈറ്റ് റിവ്യൂ കൂടെ കൂടിയായിരുന്നു ഇൻക്ലൂഡ് ചെയ്ത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.